സ്നേഹത്തിൻ്റെ പര്യായ പദങ്ങളും നാനാർത്ഥ പദങ്ങളും ഒരു വ്യക്തിയിലെ മാനുഷികതയേക്കാൾ പ്രതിഫലിപ്പിക്കുക അവനിലെ ദൈവികതയെ ആയിരിക്കും. ആ ദൈവികതയെ കൂട്ടുപിടിച്ച് അപ്പസ്തോലന്മാരുടെ ഈ കൂട്ടുവേലക്കാരൻ എല്ലാവർക്കും സുവിശേഷമായി വിനയത്തിൻ്റെ വഴിയിലൂടെ ശാന്തതയുടെ തീരത്തിരുന്ന് ക്ലേശിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവർക്ക് ആശ്വാസമേകുന്ന നല്ല ഇടയനായി, ഇടയശ്രേഷ്ഠനായി. ഇന്നത്തെ പാലാരൂപതയിലെ വിളക്കുമാടം എന്ന ഗ്രാമത്തിൽ 1930 ഡിസംബർ 13 കുര്യൻ റോസ ദമ്പതികളുടെ 8 മക്കളിൽ 4-മനായി ജനനം. കറതീർത്ത കർഷക കുടുംബത്തിൽ എല്ലാ ജോലികളും മക്കളെ ചെയ്ത് ശീലിപ്പിച്ച മാതാപിതാക്കളുടെ ശിക്ഷണത്താലാവാം ക്ലറിക്കലിസ ചിന്തകൾ അധികാരക്കുപ്പായങ്ങൾ അണിഞ്ഞപ്പോഴും അദ്ദേഹത്തെ പിടിമുറക്കാതിരുന്നത്. 1947 തൻ്റെ 16-ാം വയസ്സിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മൈനർ സെമിനാരിയിൽ പൗരോഹിത്യത്തിൻ്റെ ശൈശവ നാളുകൾ ആരംഭിച്ചു. ചാക്കോ എന്ന പേര് മാറ്റി ജേക്കബ് എന്ന പേര് അപേക്ഷാ ഫോമിൽ എഴുതി ചേർത്തത് അന്ന് വൈസ് റെക്ടറായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളിയായിരുന്നു. കാലാന്തരത്തിൽ 1954 താൻ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോമിലേക്ക് അയക്കപ്പെട്ടത് വള്ളോപ്പള്ളി പിതാവിൻ്റെ സ്നേഹവായ്പുള്ള പ്രോത്സാഹനം കാരണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഭൂമിയുടെ ഉപ്പാകുവാനും ലോകത്തിൻ്റെ പ്രകാശമാകുവാനും വിളിക്കപ്പെട്ട ക്രൈസ്തവ ജീവിതത്തോട് അജപാലനധികാരം കൂട്ടിച്ചേർക്കാൻ തിരുപ്പട്ട ശുശ്രൂഷ സ്വീകരിച്ചത് 1956 ഡിസംബർ 22 റോമിൽ വച്ചായിരുന്നു. ഫലത്തിൽ ആടുകളെ കേൾക്കാൻ തുറവയുള്ള ഒരു ഇടയൻ രൂപപ്പെട്ടു വന്നു. 1973 മാനന്തവാട് രൂപതയുടെ പ്രഥമ മെത്രാനായി മാർ ജോസഫ് പാറേക്കാട്ടിൽ അധികാര ചിഹ്നങ്ങൾ അണിയിച്ചപ്പോൾ തൂങ്കുഴി പിതാവിൻ്റെ പ്രായം വെറും 43 വയസ്സായിരുന്നു. ആ തുടക്ക കാലഘട്ടങ്ങളിൽ തന്നെ എത്രയും ദയയുള്ള മാതാവേ പിതാവിൻ്റെ ഇഷ്ടപ്രാർത്ഥനയായും മാറിയിരുന്നു. ഇരുട്ടിനെ പേടിയുള്ള ഒരു കുട്ടി അമ്മയെ കൂട്ടിന് വിളിക്കുന്നതുപോലെ പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വിരൽ മുറുക്കി പിടിച്ചാണ് താൻ നടന്നിരുന്നത് എന്നും നന്ദിയോടെ സ്മരിച്ചിരുന്ന ഒരു തികഞ്ഞ മാതൃഭക്തനായിരുന്നു ഈ ഇടയശ്രേഷ്ഠൻ. 1995 താമരശ്ശേരി രൂപതയുടെ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്തു. സ്വതസിദ്ധമായ ശൈലിയിൽ താമരശ്ശേരിക്കാരുടെ മനം കവർന്ന പിതാവ് 1.5 വർഷക്കാലം അവിടെ സേവനമനുഷ്ഠിച്ചു. മാർ ജോസഫ് കുണ്ടുകുളം എന്ന സൂര്യതേജസ്സിന്റെ അസ്തമയത്തോടെ ഉരുണ്ടുകൂടിയ അനിശ്ചിതത്വം തൃശൂർ അതിരൂപതയിൽ തളം കെട്ടി നിന്നിരുന്ന സമയത്താണ് വ്യക്തിബന്ധങ്ങൾ ഹൃദയബന്ധങ്ങളാക്കി മാറ്റുന്ന വ്യക്തിപ്രഭാവത്തോടെ സാംസ്കാരിക നഗരിയിലേക്ക് തൂങ്കുഴി പിതാവിൻ്റെ രംഗപ്രവേശം. 1997 ഫെബ്രുവരി 15 കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ തൃശൂർ അതിരൂപതയുടെ 2ാമത്തെ മെത്രാപ്പോലിത്തയായി അവരോധിക്കപ്പെട്ടു. കുണ്ടുകുളം പിതാവ് പാവങ്ങളുടെ പിതാവ് എന്ന തലക്കെട്ടിൽ അറിയപ്പെട്ടെങ്കിൽ സ്നേഹപിതാവ് എന്ന പേരായിരുന്നു തൂങ്കുഴി പിതാവിന് നൽകപ്പെട്ട വിശേഷണം. ദൈവസ്നേഹത്തിൻ്റെ പ്രകാശഗോപുരം പോലെ തെളിഞ്ഞു നിന്ന ആ വഴിവിളക്കിലെ പ്രകാശരശ്മികൾക്ക് എന്നും സ്നേഹത്തിൻ്റെ ചൂടുണ്ടായിരുന്നു. ആത്മീയത മുറ്റിനിൽക്കുന്ന ആദർശങ്ങളിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണം കൂടി ചേർന്നപ്പോൾ തൃശ്ശൂരിന് ലഭിച്ചത് പുരോഗതിയുടെ പാതയിലേക്കുള്ള ഗോവണിപ്പടികളായിരുന്നു. 1997 മുതൽ 2007 വരെയുള്ള ഒരു ദശാബ്ദ കാലഘട്ടത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അത്ഭുതപൂർവകമായ ഒരു വളർച്ചയ്ക്കാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിച്ചത്. തൃശ്ശൂരിൻ്റെയും സമീപ ജില്ലകളുടെയും ആരോഗ്യരംഗത്തെ അവസാന വാക്കായ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ദശാബ്ദത്തിലേറെയായി
തലയെടുപ്പോടെ നിലകൊള്ളുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന ഗ്രേസ് ഹോം, കുരിയച്ചിറയിലെ സെൻറ് ജോസഫ് TTI, മഹാജൂബിലി B.Ed കോളേജ്, വൈദിക വിദ്യാർത്ഥി പരിശീലനം കൂടുതൽ അജപാലന കേന്ദ്രീകൃതമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച മുളയത്തെ മേരിമാത മേജർ സെമിനാരി, കേരള ക്രൈസ്തവരുടെ വിശ്വാസ തീക്ഷ്ണത വിളിച്ചോതുന്ന പാലിയൂർ മഹാതീർത്ഥാടനം, ജോസഫ് കുണ്ടുകുളം റിസർച്ച് സെൻറ്റർ എന്നിവ ഞാൻ എൻ്റെ ഓട്ടം നന്നായി ഓടി എന്നതിന് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ നിരത്താവുന്ന ചുരുക്കം ചില കാര്യങ്ങളാകാം. പക്ഷേ ദൈവജനത്തിന് അദ്ദേഹത്തിലൂടെ ലഭിച്ച ആത്മീയ നേട്ടങ്ങൾ അതിലും എത്രയോ അധികമായിരുന്നു. 1977 മാനന്തവാട് രൂപതയ്ക്ക് വേണ്ടി സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസി എന്ന പേരിൽ ഒരു സന്യാസിനി സമൂഹം ആരംഭിക്കാൻ പിതാവിന് കഴിഞ്ഞിരുന്നു. മെത്രാന്മാരുടെ അഖിലേന്ത്യാ സമിതിയായ CBCIയുടെ ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന തൂങ്കുഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടത്തിയ CBCI പ്ലീനറി സമ്മേളനം മറ്റൊരു മഹാസംഭവമായി മാറിയിരുന്നു. കേൾവിക്കാരെ ബോറടിപ്പിക്കാത്ത കുണ്ടുകുളം പിതാവിൻ്റെ ശൈലി അതേപടി പിന്തുടരാതെ പ്രസംഗങ്ങളിൽ തൻ്റേതായ ശൈലി രൂപപ്പെടുത്തി. നർമ്മവും അനുഭവങ്ങളും മേമ്പൊടിയാക്കിയുള്ള പ്രഭാഷണങ്ങളിൽ ശ്രോതാക്കൾ ഒട്ടും അലോസരപ്പെട്ടിരുന്നില്ല. 2007 വിരമിച്ച ശേഷം തൃശ്ശൂർ അതിരൂപതയുടെ കാച്ചേരിയിലെ സെൻറ് മേരീസ് മൈനർ സെമിനാരിയിൽ വിശ്രമജീവിതത്തിലായിരുന്നുവെന്ന് പറയാമെങ്കിലും നവതി കഴിഞ്ഞുള്ള വർഷങ്ങളിൽ പോലും വചനപ്രഘോഷണവും ധ്യാനവുമായി ലോകമെങ്ങും അദ്ദേഹം ഓടി നടന്നിരുന്നു. വായനയെ എന്നും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി പരിഗണിച്ചിരുന്ന അദ്ദേഹം വിശ്രമജീവിതത്തിലും അതിനുവേണ്ടി സമയത്തിൻ്റെ വലിയൊരു ഭാഗം നീക്കിവെച്ചു. ഓരോ ദിവ്യബലിക്ക് മുൻപ് തന്നെ ഒരുക്കുവാനായി ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ഭക്തിയോടെ മുട്ടുമടക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. പുരോഹിതൻ ആരാണെന്നും പൗരോഹിത്യം എന്താണെന്നും. പൗരോഹിത്യത്തിൻ്റെ മാനുഷികതയും ദൈവികതയും ശ്രേഷ്ഠമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു 2023 മെയ് 20 ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മെത്രാഭിഷേക സുവർണ ജൂബിലി സമാപനം. എല്ലാം ദൈവം തന്നതാണ്, തിരിച്ചെടുക്കുന്നത് വരെ ദൈവത്തെ സ്തുതിക്കുന്നതിനാണ് ജീവിതം എന്ന നന്ദിയുടെ വാക്കുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ അന്ന് പ്രതിഫലിച്ചത്. തൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചിട്ടുള്ള 4 സ്ത്രീകൾ പരിശുദ്ധ അമ്മ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഏവുപ്രാസ്യമ്മ എന്നിവരാണെന്ന് ഏറെ സന്തോഷത്തോടെ അദ്ദേഹം പറയുമായിരുന്നു. ഈ 4 വ്യക്തിത്വങ്ങളിൽ പൊതുസ്വഭാവം സഹനമായിരുന്നതിനാലാവാം തൻ്റെ അവസാന കാലങ്ങളിലെ ബുദ്ധിമുട്ടുകളിലും അദ്ദേഹത്തിന് ദൈവഹിതം കണ്ടെത്താനായി സാധിച്ചിരുന്നത്. എൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും കൈകാര്യം ചെയ്യാനാകാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുമ്പോൾ തന്നെ ആ അഭേദ്യ ബന്ധങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചകൾ എത്രയോ നൈർമല്യമേറിയതായി തീരുന്നു. വിശുദ്ധ ഏവുപ്രാസ്യമയുടെ നാമകരണ പരിപാടികളുടെ ചുക്കാൻ പിടിച്ചത് മുതൽ അഭേദ്യ ബന്ധം ഉണ്ടായിരുന്ന പുണ്യവതിയുടെ കബറിടം വീണ്ടും സന്ദർശിക്കണമെന്ന ആഗ്രഹവും അവസാന നാളുകളിൽ പിതാവിന് നിറവേറ്റാൻ സാധിച്ചിരുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് സംസാരിക്കുന്ന ആ അധരം ആരുടെയും തിന്മകൾ പറഞ്ഞ് കേട്ടിരുന്നില്ല. തന്നെ സമീപിക്കുന്നവർക്ക് പറയാനുള്ളതെല്ലാം ശാന്തതയോടെ കേട്ടു. വാക്കുകൾക്കപ്പുറം അവക്കിടയിലെ നിശബ്ദതകളും നെടുവീർപ്പുകളും അളന്നു. ആരും തന്നേക്കാൾ വളരുന്നതിൽ പിതാവ് ആശങ്കപ്പെട്ടില്ല. കൂട്ടുത്തരവാദിത്വത്തിൽ ഉറച്ചു വിശ്വസിച്ചു. എല്ലാവരുടെയും കഴിവും മിഴിവും സഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചു. തെറ്റിപ്പോയവരെ സ്നേഹത്തോടെ മാടി വിളിച്ചു. തൻ്റെ മുൻഗാമികളെയും പിൻഗാമികളെയും
തന്നേക്കാൾ വലിയവരായി എപ്പോഴും പരിഗണിച്ചു. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ എന്ന അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം പ്രതിഫലിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അജപാലന ശൈലി. ഇതര സഭകളോടും ഇതര മതവിഭാഗങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിലും ഇത് നിറഞ്ഞു നിന്നിരുന്നു. സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കാനും തന്നിൽ ക്രിസ്തു ദർശനങ്ങൾ കാണാൻ കഴിയുന്ന വിധം അവരോട് ഇടപഴകാനും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. സഭയിൽ പല കാലത്തുമുണ്ടായ പ്രശ്നങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ വിശുദ്ധ പത്രോസിനെ പോലെ പക്വതയോടെ വീക്ഷിക്കാനും വിശുദ്ധ പൗലോസിനെ പോലെ ധീരമായ അഭിപ്രായങ്ങൾ പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നന്ദി പിതാവേ, വ്യക്തിബന്ധങ്ങൾ മനോഹരമായി എങ്ങനെ ഹൃദയബന്ധങ്ങളാക്കി മാറ്റാമെന്ന് കാണിച്ചു തന്നതിന്, മുൻവിധികളില്ലാതെ മറ്റുള്ളവരെ ശ്രവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചതിന്, നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ വളരുകയും ഒപ്പം വളർത്തുകയും വേണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന്, കാർക്കശ ശബ്ദങ്ങൾ ഇല്ലാതെയും ഒരു ഇടയനാവാമെന്ന് തെളിയിച്ചതിന്, പിൻഗാമികൾക്ക് നല്ലൊരു വഴിവിളക്കായതിന്, മേൽപ്പെട്ട ശുശ്രൂഷ പിതൃഹൃദയത്തോടെ ആകണമെന്നതിന് തികഞ്ഞ മാതൃകയായതിന്, സർവോപരി ഓരോ മനുഷ്യനിലും കണ്ടെത്തിയ ദൈവികതയ്ക്ക് നന്ദി.